എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷില് വെർബുകൾ എന്ന് പറയുന്ന ഒരു പാർട്ടില് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടില് വെർബുകളെ പറ്റിയിട്ട്, അതുപോലെ ഓക്സിലറി വെർബുകളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ കാണാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരും ചെയ്യുന്നത് പോലെ ഈ ചോദ്യങ്ങൾ കണ്ട് ഇത് തന്നെ കാണാപാഠം പഠിച്ചു വെക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ അതിന്റെ കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ആ കൺസെപ്റ്റുകൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഉത്തരം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന ചില ചോദ്യങ്ങളും അറിയാത്ത ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ചില ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കും, ചില ചോദ്യങ്ങൾ അപ്ലിക്കേഷൻ ലെവലിലുള്ളതായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇതാണെന്ന് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. ഇതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചില സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ചില സിമ്പിൾ ഐറ്റംസ് ആണ്, പക്ഷെ മറന്നു പോകരുത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകൾ എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമത് നോക്കാം. ക്യാൻ യു ഹിയർ വാട്ട് ഹി ഈസ്? അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. സെയിങ് ആണോ, സ്പീക്കിംഗ് ആണോ, ടെല്ലിംഗ് ആണോ, ടോക്കിംഗ് ആണോ? എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, നമ്മൾ പക്ഷേ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ എളുപ്പം കിട്ടും ഈ ഉത്തരം. വാട്ട് ഹി ഈസ് സെയിങ് ആണ്. അപ്പൊ എ ഓപ്ഷൻ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട്. ഇത് ഡയറക്റ്റ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളായോണ്ടാണ് ഇത് എടുത്തിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. ഷീ ഹാസ് നോട്ട് കം ഹോം. അവളേക്ക് വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഇതുവരെ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഭാഗമാണ് ഇതിൽ വരാനുള്ളത്. അത് ഏത് വാക്കാണ് വരേണ്ടത്? സ്റ്റില്ലാണോ, ഓൾറെഡി ആണോ, യെറ്റ് ആണോ, ടില്ലാണോ? നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഏതൊക്കെ വെട്ടിക്കളയാൻ പറ്റുമെന്ന് നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾ ഉത്തരം പറ. എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കണം പരീക്ഷകളിൽ. ഓക്കെ, ഏറ്റവും ഇംപ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ആദ്യം തന്നെ വെട്ടണം. ഇത് രണ്ടെണ്ണോ മൂന്നെണ്ണോ വരില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഉത്തരം നിങ്ങൾക്ക് ഏകദേശം കിട്ടും. ഷീ ഹാസ് നോട്ട് കം ഹോം, ഇതുവരെ. അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക് ഏതാന്ന് നോക്കിക്കേ. യെറ്റ് ആണ്. കം ഹോം യെറ്റ്. ടില്ലല്ല, ടില്ല് വേറെയാണ്. ഓക്കെ, ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ്. സ്റ്റിൽ, ഇതുവരെ എന്നുള്ളത് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ഐ ഡാഷ് ടി വി യെസ്റ്റർഡേ ഈവനിങ്. അപ്പൊ ഇത് കഴിഞ്ഞു പോയതാണ്, പാസ്റ്റ് ടെൻസിലുള്ളതാണ്. സോ ആണോ, ലുക്ഡ് ആണോ, വ്യൂഡ് ആണോ, വാച്ച്ഡ് ആണോ? വളരെ എളുപ്പമുള്ള ചോദ്യം. ഇതൊന്നും തെറ്റിക്കാൻ പാടില്ല. ഐ വാച്ച്ഡ് ആണ്. ഓക്കെ, ഐ സോ എന്ന് പറയുന്നത് അർത്ഥം വേറെയാണ്. ഞാനൊരു മൃഗത്തെ കണ്ടു എന്നൊക്കെയാ പറയാ. ഇത് ടി വി ആണ് കാണുന്നത്. ഓക്കെ, മൃഗത്തെയൊക്കെ കാണുമ്പോൾ സോ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് പറയുമ്പോഴാണ് സോ ഉപയോഗിക്കേണ്ടത്. വി ലിവ് ഡാഷ് ദ സിറ്റി സെന്റർ. അപ്പോ എങ്ങനെയാണ് ഇത് വരേണ്ടത്? അവരുത്തരം തന്നിട്ടുണ്ട്. നിയർ ആണോ, നെക്സ്റ്റ് ആണോ, നിയർ ബൈ ആണോ, ബൈ ആണോ? ഇതിൽ രണ്ടെണ്ണം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു. പക്ഷെ കൺഫ്യൂസിംഗ് ആണ് നാല് ഉത്തരങ്ങളും. ഇത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വന്നു എന്ന് വരാം കേട്ടോ. അങ്ങനെ വന്നേക്കാം. അപ്പൊ എന്താണ് വരുന്നത്? വിൽ ലിവ് ഡാഷ് എവിടെയാ? സിറ്റി സെന്ററിന്റെ എന്തോ ഒരു വാക്കാണ് അവിടെ വെക്കേണ്ടത്. ഏത് വാക്കാ? നിയർ എന്നുള്ള വാക്കാണ്. ഓക്കെ, നിയർ ദ സിറ്റി സെന്റർ, നിയർ ദ ഹോസ്പിറ്റൽ, നിയർ ദ ഓട്ടോ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ തൊട്ടടുത്താണ്. അങ്ങനെ നിയർ ബൈ എന്ന് പറഞ്ഞാൽ തൊട്ട് തൊട്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാസേജിന്റെ ഒരു രീതിയാണ് വരുന്നത്. ഷീ ലുക്സ് ഡാഷ് എ ഫേമസ് ഫിലിം സ്റ്റാർ. അവളെ കാണുമ്പോൾ ഒരു ഫേമസ് ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ട്. ആസ് ആണോ, ലൈക്ക് ആണോ, സിമിലർ ആണോ, സെയിം ആണോ? എല്ലാ ഈ ചോദ്യങ്ങളെല്ലാം നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആൻസേഴ്സ് ആണുള്ളത്. റൈറ്റ്, നമുക്ക് നോക്കാം. ഏതാ? ഷീ ലുക്സ് ആസ് എ ഫിലിം സ്റ്റാർ, ഷീ ലുക്സ് ലൈക്ക് എ ഫിലിം സ്റ്റാർ, ഷീ ലുക്സ് സിമിലർ എ ഫിലിം സ്റ്റാർ, ഷീ ലുക്സ് സെയിം എ ഫിലിം സ്റ്റാർ. രണ്ടെണ്ണം ഇപ്പൊ തന്നെ വെട്ടാൻ പറ്റുമല്ലേ? ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഷയിൽ ഏത് ചോദ്യമായാലും, ഇംഗ്ലീഷ് ആയാലും സൈക്കോളജി ആയാലും നിങ്ങളുടെ ആയാലും മലയാളം ആയാലും ഏതായാലും ഒന്ന് പതുക്കെ ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു നോക്കുക. ആരും കേൾക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ വിസ്പർ ചെയ്യല്ലേ നമ്മള്. അങ്ങനെ പറഞ്ഞു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഇപ്പൊ ഞാൻ വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് വായിച്ചു നോക്കാൻ മറക്കരുത്. ഷീ ലുക്സ് ലൈക്ക് എ ഫിലിം സ്റ്റാർ. ഓക്കെ, മറക്കരുത്. ഐ ഡാഷ് വിസിറ്റ് യു ടുമോറോ. ഇതിൽ നിന്ന് ആദ്യം തന്നെ എന്താ കണ്ടെത്തേണ്ടത്? ഈ ടുമോറോ എന്ന് പറഞ്ഞ വാക്ക് വന്നു. യെസ്റ്റർഡേ അല്ല, ഇന്നും അല്ല, ടുമോറോ നാളെ. അപ്പൊ ഇത് ഏത് കാലഘട്ടത്തിലെയാ? ഫ്യൂച്ചറിലെ ടെൻസ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ സെന്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്. ഫ്യൂച്ചർ, ഭാവിയിലെ.
ഏതാ വേണ്ടത്? ഹാഡ് ആണോ, ഹാവ് ആണോ, വില്ലാണോ, ആം ആണോ? വെട്ടിക്കോ, ഇതൊന്നും ആലോചിക്കണ്ട, ഡയറക്റ്റ് ആൻസർ ആയത് അല്ലേ. ഫ്യൂച്ചർ ടെൻസ് വരുമ്പോ ഏതിലാ വരണ്ടേ? വില്ലാണ് വരേണ്ടത്. ഐ വിൽ വിസിറ്റ് യു ടുമോറോ. ഞാൻ നിന്നെ നാളെ വന്ന് കണ്ടോളാം. ഞാൻ ഇന്നലെ നിന്നെ കണ്ടു എന്നല്ല പറയുന്നത്. ഹി ഡാഷ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഹി സ്പോയിൽഡ് ഇറ്റ്. അവന് വലിയൊരു അവസരം കിട്ടി, പക്ഷെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. എന്നോട് അച്ഛൻ എപ്പോഴും പറയാറുള്ളതാ, എന്ത് അവസരം കിട്ടിയാലും നീ നശിപ്പിച്ചു കളയുന്നുള്ളത്. ഓക്കെ, വാട്ട് എവർ. അപ്പൊ എന്താണ് ഇതിൽ ഉത്തരങ്ങളായിട്ട് വരേണ്ടത്? ഹാഡ് ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ, വാസ് ആണോ? ഇതിൽ ആദ്യം തന്നെ നോക്കുക ഏത് സെന്റൻസ് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഏത് ടെൻസിലുള്ളതാണ്. ഹി ഡാഷ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം കണ്ടിട്ട് ഒന്നും വായിക്കാൻ പറ്റില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഹി സ്പോയിൽഡ് ഇറ്റ്, ഇ ഡി വെച്ചിട്ട് വന്നു. അപ്പൊ എന്ത് മനസ്സിലായി? ഇത് ഫ്യൂച്ചറിലുള്ളതല്ല. ഏതിലുള്ളതാ? പാസ്റ്റിലുള്ളതാണ്. സംഗതി കഴിഞ്ഞല്ലോ. ഇനി പാസ്റ്റിൽ വരുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്ന ഏതാ? ഹാഡ് വരും, വാസ് വരും. ഹാസും ഹാവും വരാൻ ചാൻസ് കുറവാണ്. അതിൽ നിന്ന് ഏതാണ് പറഞ്ഞു നോക്കിയേ? ഹാഡ് ആണ്. ഹി ഹാഡ്, ഹി വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അല്ല, അവനല്ലല്ലോ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, അവന് കിട്ടിയതല്ലേ. അപ്പൊ ഹി ഹാഡ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയേണ്ടത്. ഐ ഡാഷ് ബീൻ ഹിയർ ബിഫോർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ. ഇത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഐ ഡാഷ് ബീൻ ഹിയർ ബിഫോർ. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏതാ വരുന്നത്? ഐ ആം ബീൻ ഹിയർ ബിഫോർ ആണോ, ഐ വാസ് ബീൻ ഹിയർ ബിഫോർ ആണോ, ഐ വിൽ ബീൻ ഹിയർ ബിഫോർ, ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ? വായിക്കുമ്പോ തന്നെ അതിന് ഉത്തരം കിട്ടും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഏതോ സ്ഥലമോ ഏതോ എന്തോ ആണ് പറയുന്നത്. ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ, ഞാൻ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഇതിന് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് എന്നാണ്. ഷീ ഡാഷ് ഡു ഇറ്റ്, ഡിഡ് ഷീ? അപ്പൊ ഇതെന്ത് ചോദ്യാ? മനസ്സിലായല്ലോ എന്ത് തരത്തിലുള്ള ചോദ്യാന്ന് മനസ്സിലായല്ലോ. നോക്കാം. ഡിഡ് ആണോ, ഡിഡിന്റ് ആണോ, ഹാവ് ടു ആണോ, മസ്റ്റ് ആണോ? ഷീ ഡിഡ് ഡു ഇറ്റ്, ഷീ ഡിഡിൻ ഡു ഇറ്റ്, ഷീ ഹാവ് ടു ഡു ഇറ്റ്, ഷീ മസ്റ്റ് ഡു ഇറ്റ്. ഒരു സംശയമില്ലല്ലോ. അപ്പുറത്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗിൽ വെച്ചിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് അറിയില്ലേ, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഡിഡിന്റെ വെച്ചേക്കുക, ഷീ ഡിഡിൻ ഡു ഇറ്റ്, ഡിഡ് ഷീ. അപ്പോ ആ നോട്ടിനെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തു, ഇപ്പുറത്തേക്ക് നോട്ട് ഇല്ലാതെ വെച്ചു കൊടുത്തു. മാർക്കസ് ഡാഷ് എ ഗ്രേറ്റ് ഫൈറ്റർ, ഹി റിട്ടയേർഡ്. ഓക്കെ, എന്തായിരുന്നു? മാർക്കസ് വിൽ എ ഗ്രേറ്റ് ഫൈറ്റർ, മാർക്കസ് ആർ എ ഗ്രേറ്റ് ഫൈറ്റർ, മാർക്കസ് വാസ് എ ഗ്രേറ്റ് ഫൈറ്റർ, മാർക്കസ് വേർ എ ഗ്രേറ്റ് ഫൈറ്റർ. ഇത് ഒരാളെ പറ്റിയിട്ടാ പറയുന്നത്, ഒറ്റ ആളെ പറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റിയിട്ടല്ല. അപ്പൊ ഏതാ വരുന്നത്? അയാൾ റിട്ടയർ ചെയ്തു. നമുക്ക് ഈ ഒരു സെന്റൻസിന്റെ എന്താ പറയാ, ടെൻസും കിട്ടി. ഹി റിട്ടയേർഡ്, പാസ്റ്റ് ടെൻസ് ആണ്. ഹി വാസ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ മാർക്കസ് വാസ് എന്നാണ് പറയുന്നത്, മറക്കരുത്. ഐ ഡാഷ് കം ഹിയർ വെൻ ഐ വാസ് എ കിഡ്. അപ്പോഴും നമുക്ക് ടെൻസ് പിടികിട്ടി. ഏത് ടെൻസിലാ ഉള്ളത്? പാസ്റ്റ് ടെൻസ്. വെൻ ഐ വാസ് എ കിഡ്, ഐ ഈസ് എ കിഡ് എന്ന് ആറോ ആമോ ഒന്നും അല്ല വെച്ചിട്ടില്ല. ഐ വാസ് എ കിഡ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഐ കം ഹിയർ. എങ്ങനെ? ഐ യൂസ് ടു കം ഹിയർ ആണോ, ഐ ഹാഡ് ടു കം ഹിയർ ആണോ, ഐ വാസ് ടു കം ഹിയർ ആണോ, ഐ വുഡ് കം ഹിയർ ആണോ? വെട്ടിക്കോ, ആവശ്യമില്ലാത്തൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞോ. ഏതാ വരുന്നത്? ഇതൊരു ഒരു പ്രക്രിയയെ പറ്റിയിട്ടാ പറയുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ എല്ലാ ആഴ്ചയും മാവേലി സ്റ്റോറിൽ പോവാറുണ്ടായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയിലും റേഷൻ കടയിൽ പോവാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗോ ദർ, ഐ യൂസ് ടു വാച്ച് ഫിലിംസ്, ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്, ഐ യൂസ് ടു തെണ്ടിത്തരം പറയൽ, ഐ യൂസ് ടു കള്ളം പറയൽ, അല്ലെ? അങ്ങനെ പറയാറുണ്ട്. ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഞാൻ ചെയ്തിരുന്ന ഒരു ക്രിയയാണ്, കർമ്മമായിരുന്നു കുറെ കാലം എന്നുള്ളത്. അപ്പൊ യൂസ് ടു എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ്. Barking dog seldom bites. Which is the auxiliary verb in this sentence? ഓക്സിലറി വെർബാ ചോദിച്ച, വെർബല്ല. ഏതാ? ഹാസ് ആണോ, ഡസ് ആണോ, വാസ് ആണോ, ബൈറ്റ്സ് ആണോ? എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാ ഉത്തരം എന്ന് ആദ്യം പറ. ഡസ് ആണ്. ഇവിടെ ചെയ്യുന്നു എന്നുള്ളതിനെ കൂട്ടിച്ചേർത്തിട്ട് അതിന്റെ വെർബും ഒരു എസ്സും കൂടെ ചേർത്തിട്ടാണ് ബൈറ്റ്സ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഡസ് എന്ന വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഡസും വെർബും കൂടെ ചേർത്തിട്ടാണ് ബൈറ്റ്സ് എന്ന വാക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ചെയ്യുന്ന ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന വാക്കൊന്നും ഇതിൽ വരാത്തത്. അതിന് പകരം ചേർത്ത്, ആ വാക്ക് ചേർത്ത് വേറൊരു വാക്കിനോട് പ്ലസ് അഡീഷൻ ചെയ്തിട്ടാണ് ബൈറ്റ്സ് എന്ന വാക്ക് ഇവിടെ വന്നിട്ടുള്ളത്.
അപ്പോ നമ്മൾ കാണാത്തതാണെങ്കിലും ഇതിലെ ഓക്സിലറി വെർബ് ഏതാണ്? ഡസ് എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ. ഹാഡ് ടു ഈസ് ദ റിപ്പോർട്ടഡ് ഫോം ഓഫ്. അതൊരു ഡയറക്റ്റ് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഹാഡ് ടു ഈസ് ദ റിപ്പോർട്ടഡ് ഫോം ഓഫ്. ഏതിന്റെ റിപ്പോർട്ടഡ് ഫോം ആണ്? ആം ആണോ, മൈറ്റ് ആണോ, മേ ആണോ, മസ്റ്റ് ആണോ? ഐ ഹാഡ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? ഐ ഹാഡ് ടു റൺ. പട്ടി വന്നപ്പോൾ ഐ ഹാഡ് ടു റൺ, അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പൊ ഈ പറയുന്ന വാക്കുകൾ ഏതിന്റെ റിപ്പോർട്ടഡ് ഫോം ആണ്? ഹാഡ് ടു. പഠിച്ചു വെച്ചേക്ക. മസ്റ്റ് എന്ന് പറയുന്ന വാക്ക്, മസ്റ്റ് നിർബന്ധമായിട്ട്. ഈ ഷുഡും മസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, മറക്കരുത്. ദ ഓക്സിലറി വെർബ് ഇൻ ദ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ഈസ്. പാസ്റ്റ് പെർഫെക്റ്റിലുള്ള സെന്റൻസുകൾ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് അറിയേണ്ടതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കുക. നല്ല ഉത്തരം. നിങ്ങൾ നല്ല കുട്ടികളാണ് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്ന ഇതൊക്കെ ഡയറക്റ്റ് ഒന്ന് കാണാപ്പാഠം പിടിച്ചു വെച്ചാൽ മതി. പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്ന ഓക്സിലറി വെർബ് ഏതാണ്? വെർബ് എന്താണ്, ഓക്സിലറി വെർബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഏതാ? ഹാഡ് ആണോ, വാസ് ആണോ, മസ്റ്റ് ആണോ, ഡിഡ് ആണോ? കാണാതെ പഠിച്ചേക്കുക. ഹാഡ് ആണ്. ഹാഡ് 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 പാസ്റ്റ് പെർഫെക്റ്റിൽ. അപ്പൊ ഒരു സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു സെന്റൻസ് കിട്ടുകയാണെങ്കിൽ ഹാഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസിൽ വരും എന്നാണ് ഇങ്ങനത്തെ ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് ചോദ്യത്തിന്റെ ഭാഷയിൽ വരും, ഏത് ടെൻസിലേക്ക് വരും എന്ന് നോക്കുക. ഐ ate an apple, which is the auxiliary verb in this sentence. നിങ്ങളിത് ഡയറക്റ്റ് ആയിട്ട് നോക്കി ഏതിലാ വരിക എന്നുള്ളത്. ഐ ഡിഡ് ate an ഓക്സിലറി വെർബ്. ഡിഡ് ആണ് വരുന്നത്. ഐ ഡിഡ് എയ്റ്റ് എന്ന് പറയുന്നത് ആ വാക്ക് നമ്മൾ നമ്മുടെ നേരത്തെ ചോദ്യത്തിലെ ഡസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും ഏതാ വരുന്നത്? സെയിം അപ്ലിക്കേഷൻ ആണ്. ഞാൻ ചെയ്തു എന്ന് പറയുന്ന വാക്കാണ് ഇതിൽ ആക്ച്വലി വരേണ്ടത്. അത് ചെയ്തു എന്ന് അവർ എടുത്ത് പറയുന്നില്ല. അവർ പറയുന്നതിന് പകരം ഡിഡ് വെക്കുകയാണ് ചെയ്യുന്നത്. ഐ ഡാഷ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ. ബീൻ ലിവിങ് ഹിയർ എന്ന് പറഞ്ഞിട്ട് വാസ് ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ, ആം ആണോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. ഹാവ്. ഐ ഹാവ് ബീൻ ലിവിങ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ. മഹാത്മാഗാന്ധി ഡാഷ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. വേർ ആണോ, വിൽ ബി ആണോ, വാസ് ആണോ, ഈസ് ആണോ? ഇതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഡയറക്റ്റ് ആയിട്ട് എലിമിനേഷൻ ടെക്നിക്കിലൂടെ കളയാൻ പറ്റും. ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ നോക്കുക. നിങ്ങൾക്ക് ഒരു സംശയം വരും, വാസ് ആണോ, ഈസ് ആണോ? വാസ് വെക്കേണ്ട ഉദ്ദേശമേ വേണ്ട. കാരണം എന്താ? മഹാത്മാഗാന്ധിജി ഇന്നും നമ്മുടെ ഫാദർ ഓഫ് ദ നേഷൻ ആണ്. അതുകൊണ്ട് എന്ത് വരും? ഈസ് ആണ് വരേണ്ടത്. വിച്ച് ഈസ് ദ ഓക്സിലറി വെർബ് ഇൻ ദ സെന്റൻസ് കാസ്, ഹാവ്, ആൻഡ് എൻജിൻ? നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ ഒരു ചോദ്യം. നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കുതിരവട്ടം പപ്പ പറയുന്ന പോലെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദാമോദരൻകുട്ടി ഡു ആണ്. കാസ് ഡു ഹാവ് ആൻ എൻജിൻ എന്നാണ് നമ്മൾ പറയാ. കാരണം ഉണ്ട് അല്ലെ? അല്ല, ആ വാക്ക് തെളിഞ്ഞു കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫോം ഓഫ് ബി? ബി, ഐ വിൽ ബി അല്ലെങ്കിൽ ബി ഇൻ ദ ഫോം എന്ന് പറയുക. ഐ വിൽ ബി മാത്രമല്ല, ഇൻ ദ ഫോം എന്ന് ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ളതിനെ പറയുന്നതാണ്. അപ്പൊ ഏതിന്റെ ഫോം ആണ് ബി എന്ന് പറയുന്ന വാക്ക്? തേനീച്ചയല്ല. ഓക്കെ. ആം ഓർ ഈസ്, ഹാസ് ഓർ ഹാവ്, വാസ് ഓർ വേർ, ബി ഓർ ബീൻ. ഇതിൽ ഏതിന്റെ ഫോം ആണ് അല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫോം ഓഫ് ബി? നോട്ട്, ആ വാക്ക് ശ്രദ്ധിക്കണം. നോട്ട്, അല്ല, അല്ലാത്തത്. ഹാസ് ഓർ ഹാവ് ആണ് ബീന്റെ ഫോമിൽ അല്ലാത്തത്. അപ്പൊ ഏതൊക്കെയാണ് ബീന്റെ ഫോമിലുള്ളത്? ആം ഓർ ഈസ് വരും, അതുപോലെ വാസ് ഓർ വേർ വരും, ബി ഓർ ബീൻ വരും. ഓക്കെ. ഇത്രയും വാക്കുകൾ ബി എന്ന് പറയുന്ന ആ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ ഫോമുകളായിട്ടാണ് വരുന്നത്. പക്ഷെ ഹാസ് ഓർ ഹാവ് ഒരിക്കലും അതിൽ വരുന്നില്ല. ഷാൾ ഓർ നോട്ട് ഏത് വരും?
ഇത് ചേർത്ത് എഴുതിയാൽ, നമ്മൾ മലയാളത്തിൽ പദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ചേർത്ത് എഴുതിയാൽ ഇതിൽ ഏതാണ് വരാത്തത് എന്ന് നോക്കാം. ഷാൾ ഓർ നോട്ട്, എന്താണ് വരുന്നത്? ഇങ്ങനെ ചേർത്ത് എഴുതിയാൽ ഏതാണ് വരുന്ന വാക്ക്? ഷുഡ് നോട്ട് ആണോ? ഷാണ്ട് ആണോ? ഷാണ്ട് ആണോ? അതിലെ ഒരു അപ്പോസ്ട്രോഫി ഇല്ല. ഷാൾ ഉണ്ടാണോ? ഇതിൽ നിങ്ങൾ പറയും ഏതാ വരുന്നതെന്ന്. ഷാൾ പ്ലസ് നോട്ട്, SHAN അപ്പോസ്ട്രോഫി ടി, ഷാണ്ട്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. എവ്രിബഡി ഡാഷ് വെയിറ്റിംഗ് ഫോർ യു. ആസ് ആണോ? ഹാവ് ആണോ? ആർ ആണോ? ഈസ് ആണോ? എവരിബഡി ഹാസ് വെയിറ്റിംഗ് ഫോർ യു, എവരിബഡി ഹാവ് വെയിറ്റിംഗ് ഫോർ യു, എവരിബഡി ആർ വെയിറ്റിംഗ് ഫോർ യു, എവരിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഏതാ കറക്റ്റ്? ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരം. എവരിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യു നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കില്ലേ? നോബഡി ഡാഷ് അറൈവ്ഡ്, വായിച്ചു നോക്കുക. നോബഡി വേർ അറൈവ്ഡ്, നോബഡി വാസ് അറൈവ്ഡ്, നോബഡി ഹാവ് അറൈവ്ഡ്, നോബഡി ഹാസ് അറൈവ്ഡ്. ഏതാ വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടാ തോന്നുന്നത്? നോബഡി ഹാസ് അറൈവ്ഡ്, ഹാസ് ആണ് ശരി ഉത്തരം. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് എ ഗ്രേറ്റ് കോംബോ. ഇംഗ്ലീഷുകാരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്നതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. അവർക്ക് ഇഡ്ലി ദോശയൊന്നും ഇല്ലല്ലോ. ഏതാണ്? ബ്രെഡ് ആൻഡ് ബട്ടർ ഹാവ് എ ഗ്രേറ്റ് കോംബോ, ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എ ഗ്രേറ്റ് കോംബോ, ബ്രെഡ് ആൻഡ് ബട്ടർ ഹാസ് എ ഗ്രേറ്റ് കോംബോ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ ഗ്രേറ്റ് കോംബോ. വായിച്ചു നോക്കുമ്പോ ഏതാ കറക്റ്റ്? ഈസ് ആണ് കറക്റ്റ് അല്ലേ? ദ ഫൗണ്ടർ ആൻഡ് ദ ഡെവലപ്പർ ഡാഷ് കമ്മിങ് നൗ. മേ ആണോ? ഹാസ് ആണോ? ഈസ് ആണോ? ആർ ആണോ? ദ ഫൗണ്ടർ ആൻഡ് ദ ഡെവലപ്പർ മേ കമ്മിങ് നൗ. എലിമിനേഷൻ ടെക്നിക് ഉപയോഗിക്കണം. ദ ഫൗണ്ടർ ആൻഡ് ദ ഡെവലപ്പർ ഹാസ് കമ്മിങ് നൗ. ദ ഫൗണ്ടർ ആൻഡ് ദ ഡെവലപ്പർ ഈസ് കമ്മിങ് നൗ. ദ ഫൗണ്ടർ ആൻഡ് ദ ഡെവലപ്പർ ആർ കമ്മിങ് നൗ. ഏതാ? ദ ഫൗണ്ടർ ആൻഡ് ദ ഡെവലപ്പർ. നിങ്ങൾ സബ്ജക്റ്റ് അതുപോലെ വെർബിന്റെ കൂട്ടിച്ചേർക്കൽ പഠിക്കണം, അപ്പോഴാണ് ഇത് മനസ്സിലാവുക. ആർ. എയ്തർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. രാജേഷും വന്നില്ല, അവന്റെ കൂട്ടുകാരും വന്നില്ല. വാസ് ആണോ? ഈസ് ആണോ? ഡു ആണോ? ഹാവ് ആണോ? ഏതാണ് വരുന്നത്? ഏതാ? പറയൂ പറയൂ പറയൂ. മനസ്സിലായല്ലോ. ഹാവ്. ഫ്രണ്ട്സ് ഹാവ് കം എന്ന് പറയുന്നു. ഓക്കെ. വൺ ഓഫ് ദ കിഡ്സ് ഹാസ് ഫെയിൻറ്റഡ്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പറയാം? ഈസ് ആണോ? ഹാവ് ആണോ? ഹാസ് ആണോ? വാസ് ആണോ? വൺ ഓഫ് ദ കിഡ്സ്, വൺ ഓഫ് ദ കിഡ്സ് ഡാഷ് ഫെയിൻറ്റഡ്. ഏതാ വരുന്നത്? ഹാസ്. വൺ ഓഫ് ദ കിഡ്സ്, വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഈ വണ്ണ് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ആ ഒരു ഫോർമാറ്റിൽ കിഡ്സ്, ടീച്ചേഴ്സ് എന്നൊക്കെ വേണം. കുറെ എണ്ണത്തിന്റെ ഇടയിൽ നിന്ന് ഇപ്പോ യു ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയും. എന്റെ കുറെ കൂട്ടുകാരിൽ ഒരു മികച്ച കൂട്ടുകാരനാണ് നീ. ഓക്കെ, അങ്ങനെയല്ലേ? കുറെ കൂട്ടുകാരിൽ ഒരാളാണ് നീ എന്ന്. അപ്പൊ കുറെ കൂട്ടുകാരി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് എന്ന് എസ് ചേർത്ത് പറയണം. ഇവിടെയും കുറെ കുട്ടികളിൽ നിന്ന് ഒരാൾ എന്ന് പറയുമ്പോൾ കുറെ കുട്ടികൾ, കിഡ്സ്, അതിൽ നിന്ന് ഒരാള്. അരവിന്ദ് പ്രിപ്പയർഡ് ദീസ് ക്വസ്റ്റ്യൻസ്. ദ ക്വാളിറ്റി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഡാഷ് വെരി ഗുഡ്. എങ്ങനെയാ പറയാ? അരവിന്ദ് ഉണ്ടാക്കിയ ഈ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ദ ക്വാളിറ്റി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് വെർ വെരി ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഹാവ് വെരി ഗുഡ്. എന്താ പറയണേ? എങ്ങനെയായിരിക്കും? ആലോചിക്കുക. ഈസ് ആണ്. ദ ക്വാളിറ്റി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഗുഡ്. മെനി എ മാൻ ഡാഷ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. കുറെ ആൾക്കാർ സ്വർണം കണ്ടു കഴിഞ്ഞാൽ ടെംപ്റ്റ് ആയി പോവും. മെനി എ മാൻ ഹാവ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. മെനി എ മാൻ ഹാസ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. മെനി എ മാൻ ആർ ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. മെനി എ മാൻ ഈസ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. അടിപൊളി കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്.
മെനി എ മാൻ ഈസ്. എ മാൻ ഈസ് എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് അതൊന്ന് ചേർത്തെഴുതണം. മെനി എന്ന് പറയുമ്പോൾ നമ്മൾ ആരൊക്കെ ചേർക്കാൻ പോകും? പക്ഷെ കുറെ ആൾക്കാരിൽ നിന്ന് ഒരാളൊക്കെ എന്ന് പറയുന്ന മട്ടിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ദ ബാഗേജ് ഡാഷ് റിയലി ഹെവി. ഈ ബാഗിന് മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ ദൈവം എന്ന് പറയുന്നത്. ദ ബാഗേജ് ഈസ് റിയലി ഹെവി. ദ ബാഗേജ് ആർ റിയലി ഹെവി. ദ ബാഗേജ് വേർ റിയലി ഹെവി. ദ ബാഗേജ് ഹാസ് റിയലി ഹെവി. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. ഈസ് ആണ് പറയുന്നത്. ഈസ്. ഓക്കെ. എ ലോട്ട് ഓഫ് വർക്ക് ഡാഷ് സ്റ്റിൽ ടു ബി ഡൺ. ഒരു പണ്ടാരം പിടിക്കാൻ കുറെ വർക്ക് ഇനിയും ബാക്കി നിൽപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെ വെച്ചിട്ട്? ലോട്ട് ഓഫ് വർക്ക് വിൽ സ്റ്റിൽ ടു ബി ഡൺ. എ ലോട്ട് ഓഫ് വർക്ക് ഹാസ് സ്റ്റിൽ ടു ബി ഡൺ. എ ലോട്ട് ഓഫ് വർക്ക് ഹാവ് സ്റ്റിൽ ടു ബി ഡൺ. എ ലോട്ട് ഓഫ് വർക്ക് ഈ സ്റ്റിൽ ടു ബി ഡൺ. ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എളുപ്പ ഉത്തരം കിട്ടുന്നില്ലേ? പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് വായിച്ച് നോക്കണം നിങ്ങൾ. പതിയെ പറയണം, അല്ലാതെ അപ്പുറത്തിരിക്കണവൻ്റെ അടുത്ത് പോയി പറയാൻ നിൽക്കരുത്. ഓക്കെ. ഏതാ? ഹാസ് ആണ്. എ ലോട്ട് ഓഫ് വർക്ക് ഹാസ് സ്റ്റിൽ ടു ബി ഡൺ. കുറേ വർക്കുകളുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈസ് വരാതെ ഹാസ് വെച്ച് എന്ന് ചോദിച്ചാൽ അവിടെ സെന്റൻസിന്റെ ഫോമും ടെൻസ് ഫോമും അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വെക്കേണ്ടി വന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് വരാം. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കാണാൻ ശ്രമിച്ചു നോക്കുക. നിർബന്ധിക്കാൻ ഞാൻ ആളല്ല. താല്പര്യം ഉണ്ടെങ്കിൽ, ക്ലാസ് നല്ലതാണെങ്കിൽ കാണാം. കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ ആൻഡ് സി യു.